നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയെ ഏറെ പ്രതിസന്ധിയിലാക്കി പ്രവാസികളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഗൾഫ് രാഷ്ട്രങ്ങൾ കടുത്ത നടപടി സ്വീകരിച്ചതായിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബിയെയും പത്നി ആയിഷയെയും കുറിച്ച് BJP വക്താക്കൾ നടത്തിയ അപവാദമായ പ്രസ്താവനകൾ. ഇതിനെതിരെ പ്രതിഷേധിച്ച് ധർണ നടത്തിയ പ്രവാസികൾക്കെതിരെ നടപടികളുമായി കുവൈറ്റ് ഭരണകൂടം രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത പ്രവാസികളെ രാജ്യത്ത് നിന്ന് പുറത്താക്കാനാണ് കുവൈറ്റ് ഭരണകൂടത്തിന്റെ തീരുമാനമെന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. അൽറായ് പത്രത്തെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് കുവൈറ്റ്.com ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഭരണകക്ഷിയായ BJPയുടെ വക്താക്കൾ നടത്തിയ പ്രവാചക നിന്ദാ പ്രസ്താവനകൾക്കെതിരെ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമുഅ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചവർക്കെതിരെയാണ് നടപടി വരികയെന്ന് മുതിർന്ന സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽറായ് പത്രം റിപ്പോർട്ട് ചെയ്തു. ഫഹാ ഹിൽ ഏരിയയിലായിരുന്നു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. പരിപാടിയിൽ നിരവധി പ്രവാസികൾ പങ്കെടുത്തതായാണ് റിപ്പോർട്ട്. പ്രതിഷേധ പരിപാടിയുടെ സംഘാടകർക്കെതിരെയും അതിൽ പങ്കെടുത്തവർക്കെതിരെയും നടപടിയുണ്ടാകുമെന്നും അധികൃതരെ ഉദ്ധരിച്ച് പത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. പ്രതിഷേധ ധർണയിൽ പങ്കെടുക്കുന്നവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തതിനായുള്ള നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തതെന്ന് കണ്ടെത്താൻ രഹസ്യ പോലീസ് വിഭാഗമായ CID ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ധർണയിൽ പങ്കെടുത്തവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത ശേഷം നാടുകടത്തൽ കേന്ദ്രങ്ങളിലേക്ക് അയക്കാനാണ് അധികൃതരുടെ തീരുമാനം. നിയമ നടപടികൾ പൂർത്തിയാക്കി ഉടൻ തന്നെ ഇവരെ നാടുകളിലേക്ക് കയറ്റി അയക്കും. പിന്നീട് ഒരിക്കലും അവർക്ക് കുവൈറ്റിലേക്ക് തിരിച്ചുവരാൻ അനുവാദം നൽകേണ്ടതില്ല എന്നാണ് അധികൃതരുടെ തീരുമാനമെന്നും പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. കുവൈറ്റിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്താനാണ് ഈ നീക്കം. രാജ്യത്തിന്റെ നിയമം പരസ്യമായി ലംഘിച്ചുവെന്ന ഗുരുതരമായ കുറ്റം ആരോപിച്ചാണ് ധർണയിൽ പങ്കെടുത്ത പ്രവാസികൾക്കെതിരെ ശക്തമായ നടപടികളുമായി അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത്. രാജ്യത്തെ പ്രവാസികൾ ഒരു രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങളിലും ധർണകളിലും പങ്കെടുക്കരുതെന്നാണ് നിലവിലെ നിയമം. ഇത് ലംഘിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ്. കുറ്റവാളികൾക്കെതിരെ മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും അധികൃതർ അറിയിച്ചു. രാജ്യത്ത് നടക്കുന്ന എല്ലാത്തരം പ്രതിഷേധ പരിപാടികളിൽ നിന്നും പ്രവാസികൾ വിട്ടുനിൽക്കണമെന്നും അധികൃതർ ആഹ്വാനം ചെയ്തു. സ്വദേശികൾ സംഘടിപ്പിക്കുന്നതുൾപ്പെടെയുള്ള സമരങ്ങളിലും പ്രതിഷേധ പരിപാടികളിലും പങ്കെടുക്കുന്ന പ്രവാസികളെ ഇതേ നടപടികളാണ് കാത്തിരിക്കുന്നതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. BJP നേതാക്കളുടെ പ്രവാചക നിന്ദാ പ്രസ്താവനകൾക്കെതിരെ കുവൈറ്റ് ഭരണകൂടം ശക്തമായ രീതിയിൽ രംഗത്ത് വന്നിരുന്നു. കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡറെ നേരിട്ടാണ് പ്രസ്താവനയ്ക്കെതിരായ പ്രതിഷേധം കുവൈറ്റ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തരം വിഷയങ്ങൾ രാജ്യത്തെ നിയമം ലംഘിക്കുന്ന സ്ഥിതിയിലേക്ക് നയിക്കരുതെന്നാണ് ഭരണകൂടത്തിന്റെ നിലപാടെന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.